കുക്ക് ചെയ്താലും ഞാൻ വീഡിയോ എടുക്കട്ടെ. അപ്പം നല്ല ടേസ്റ്റുള്ളതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോന്നും കുക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ടേസ്റ്റ് പറയും കേട്ടോ. മാത്രമല്ല അതിൻ്റെ റെസിപ്പി അവർ ചോദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറി ആയിരുന്നു. അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് സവാള അത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മീഡിയം സൈസ് 2 തക്കാളി, 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം. കൂടെ തന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, ചെറുതായതുകൊണ്ടാണ് 6 അല്ലി എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ 3 അല്ലി മതിയാവും. ഇതൊന്ന് ചതച്ചെടുക്കാം. 5 മുട്ട ഞാനിവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും മല്ലിയിലയും ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലൊന്ന് ചൂടായി വന്ന സമയം 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന സമയം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സവാള അടിച്ചെടുത്തത് കൊണ്ട് അതിൻ്റെ വെള്ളം കുറച്ച് കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. നമ്മളിങ്ങനെ ഇളക്കി തന്നെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ഭാഗം റെഡിയാവും, മറ്റു ഭാഗം റെഡിയാവാതെയൊക്കെ ഇരിക്കും. ഈ സമയം നമുക്കിത് ഗരം മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കഷ്ണം ചെറിയ പട്ട, ഒരു ചെറിയ പീസ് തക്കോലം, ചെറിയ പീസ് ജാതിപത്രി, 2 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും കൂടി നമുക്കൊന്ന് ചൂടാക്കണം. ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ഈ സമയം നമ്മുടെ സവാള വെള്ളം എല്ലാം വറ്റുന്ന ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയും മല്ലിയിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് പച്ച ചുവ ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം എല്ലാം വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്തിരി പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്, ചെറിയൊരു പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതായത് ഈ മസാലയിൽ നമ്മുടെ തൈരും തേങ്ങാപ്പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വറ്റി വരണം. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി തൈരും മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഒരു കുറുകിയ ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. അല്ലേ, ഇത്ര വെള്ളം മതി കേട്ടോ. ഇനി നമുക്ക് പാകത്തിലുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുട്ട എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇളക്കുന്ന സമയം പൊടിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നൈസായിട്ടല്ലേ കട്ട് ചെയ്ത്, പക്ഷെ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. നമ്മുടെ കറി ഇതേ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ചേർത്തിട്ട് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അങ്ങനെ മുട്ടയൊക്കെ ഉടഞ്ഞു പോകാതെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഗരം മസാലയുടെയും മല്ലിയിലയുടെയും ഒക്കെ ആ സ്മെല്ലൊന്ന് കറിയിലൊന്ന് പിടിച്ച് വരട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ടക്കറിക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുതേ. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.